നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലോകേഷ് കനകരാജ് എന്നുള്ള ഒരൊറ്റ പേര് മതി ഇന്ന് ഏതൊരു സിനിമയ്ക്കും വലിയ ഹൈപ്പിലേക്ക് ഉയരാനായി. കാരണം ഒരു രജനികാന്ത് ചിത്രത്തിൽ ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൽ വച്ച് ഏറ്റവും വലിയ ഹൈപ്പാണ് ഇന്ന് കൂലി എന്ന് പറയുന്ന രജനികാന്ത് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രീ ബുക്കിംഗ് എല്ലാം റെക്കോർഡ് കളക്ഷനിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെറും രണ്ട് മേഖലയിൽ മാത്രമാണ് കൂലി പിന്നോട്ട് മാറിയിരിക്കുന്നത്. അത് ഹിന്ദി വേർഷൻ്റെ കാര്യത്തിലും തെലുങ്ക് വേർഷൻ്റെ കാര്യത്തിലും. അതിൻ്റെ കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. വാർ 2 എന്ന് പറയുന്ന സിനിമ റിലീസിനെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദിയിലും തെലുങ്കിലും ചിത്രത്തിൻ്റെ പ്രീ ബുക്കിംഗ്, കൂലി എന്ന് പറയുന്ന രജനികാന്ത് ചിത്രത്തിൻ്റെ പ്രീ ബുക്കിംഗ് ഒരല്പം മന്ദഗതിയിലാണ്. അവിടെ രണ്ട് സ്ഥലത്തും ഈ ഒറ്റ ചിത്രം തന്നെയാണ്. അതിൻ്റെ കാരണം ഋതിക് റോഷനും അതുപോലെ തന്നെ ജൂനിയർ NTRുമാണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. എന്നാൽ തമിഴ്നാട്ടിൽ വലിയ ഹിറ്റിലേക്ക് സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല കേരളത്തിലും ഒട്ടും പുറകിലല്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കേരളത്തെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. മലയാള സിനിമയിൽ കുറേ കാലം ഫസ്റ്റ് ഡേ കളക്ഷൻ്റെ റെക്കോർഡ് വച്ചിരുന്ന ചിത്രം ഒരു മോഹൻലാൽ ചിത്രമായിരുന്നു. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആ ഒരു സിനിമയുടെ റെക്കോർഡ് ബാഹുബലിക്ക് മുമ്പിൽ പോലും നെഞ്ചു വിരിച്ച് നിന്നു എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു റെക്കോർഡിനെ, ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ ഒരു റെക്കോർഡിനെ മറികടക്കാൻ ബാഹുബലിക്ക് പോലും സാധിച്ചില്ല. പിന്നീട് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള രീതിയിൽ മറ്റ് പല സിനിമകളും ഈ ഒരു സിനിമയെ, പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയെ മറികടക്കുകയുണ്ടായി. അതേപോലെ തന്നെ ആദ്യ ദിവസത്തെ കളക്ഷൻ്റെ കാര്യത്തിലും മോഹൻലാൽ തന്നെയായിരുന്നു മുന്നിൽ നിന്നത്. എന്നാൽ പിന്നീട് പല സിനിമകളും വരികയുണ്ടായി. ഏറ്റവും അവസാനം KGFും മറ്റ് ഭാഷാ സിനിമകളെല്ലാം തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് ഡേ 14,07,00,000 രൂപയോടെ ആദ്യ ദിവസത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ എന്നുള്ള, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ എന്നുള്ള റെക്കോർഡ് വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ആ റെക്കോർഡും സുരക്ഷിതമല്ല എന്ന് വേണം ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രീ ബുക്കിങ്ങിലൂടെ മനസ്സിലാക്കാൻ. എമ്പുരാൻ്റെ റെക്കോർഡ് ആദ്യ ദിവസം 14,07,00,000 രൂപ കിട്ടി എന്ന് പറയുന്ന റെക്കോർഡ് വളരെ നിഷ്പ്രയാസം ഇപ്പോൾ കൂലി മറികടക്കുമെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ചിത്രത്തിന് ഇതുവരെ 68,000 ടിക്കറ്റുകളാണ് ആദ്യ ദിവസത്തേതായിട്ട് വിറ്റുപോയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 3 ദിവസം കൂടി ബാക്കിയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അത് വച്ച് നോക്കുമ്പോൾ ഈ ഒരു സിനിമ എമ്പുരാനെ നിഷ്പ്രയാസം മറികടക്കും. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സിനിമയായിട്ട് ഇത് മാറുമോ എന്നുള്ളത് കൂടി നോക്കേണ്ടതുണ്ട്. രജനികാന്ത് നിലവിൽ കേരളത്തിൽ ഒരു സിനിമ മാത്രമാണ് 50 കോടി കളക്ഷൻ നേടാൻ സാധിച്ചത്. അത് ജയിലർ എന്ന് പറയുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും ജയിലറിൻ്റെ റെക്കോർഡ് മറികടക്കാനായിട്ട് ഈ ഒരു കൂലി എന്ന് പറയുന്ന സിനിമയിലൂടെ സാധിക്കുമെന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംവിധായകൻ്റെ പേര് കൂടി ഇതിനകത്ത് വരുമ്പോഴാണ്. എന്ത് തന്നെയാലും കൂലി ഒരു വലിയ ഹിറ്റായി മാറട്ടെ എന്ന് ആശിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി. ഞാനും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. റിവ്യൂ തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.